ഹലോ ഗൈസ്, ഞങ്ങൾ രണ്ടുപേര് ആഗ്രഹിച്ചൊരു ട്രിപ്പായിരുന്നു പാരീസ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെ ഹണിമൂൺ ആയിരുന്നു. അങ്ങനെ അച്ഛൻ്റെ വക ഒരു സർപ്രൈസ് ആയിരുന്നു പാരീസിലോട്ടുള്ള ട്രിപ്പ്. അങ്ങനെ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്തു, ഒടുവിൽ വിസ കിട്ടി, പിന്നെ പാക്കിംഗ് ആയി, പിന്നെ അങ്ങോട്ട് യാത്രയായി. അങ്ങനെ UK-ന്ന് പാരീസിലോട്ട് എത്തിയ ഇന്ന് തിരിച്ച് ഞങ്ങൾ UK-ലോട്ട് പോവുക. ഞങ്ങൾ തിരിച്ചു പോകുന്നതും ഫ്ലിക്സിനാണ്. അപ്പോൾ ഫ്ലിക്സ് വരുന്നത് 1:30-ക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 10-10:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു. മെട്രോ വഴിയായിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. ഞാൻ ഹണിമൂൺ എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ഓർത്ത് കാണും 2 വർഷമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഹണിമൂണിന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും 1 മാസം പോലും ഒരുമിച്ച് നിന്നില്ല. അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് UK വരേണ്ടി വന്നു, അച്ഛൻ്റെ തിരിച്ച് ബഹറിനോട്ട് പോകേണ്ടി വന്നു. കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത കാര്യമായിരുന്നു അച്ചു UK-ലോട്ട് വരണമെന്നുള്ളത്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും അച്ചു ഇങ്ങോട്ട് വരാനുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു തിരക്കിലായിപ്പോയി ഞങ്ങൾ അന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഹണിമൂൺ എന്നുള്ളൊരു കാര്യം നടന്നിട്ടേ ഇല്ല. പക്ഷെ അന്ന് ഞങ്ങൾക്ക് കുറേ കളിയാക്കൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഹണിമൂണിന് പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് പിന്നെ അതിന് പ്രത്യേക ഒരു ആൻസർ പറയാനില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞുമില്ല. അങ്ങനെ കാത്തിരുന്ന് ഈ ഒരു വർഷമാണ് ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോർട്ട് വേഴ്സേ എന്നുള്ള ആ ഒരു സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ മെട്രോ എടുത്തത്. പിന്നെ നമ്മൾ ഏതോ ഒരു സ്ഥലത്തിലെത്തി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ, ഞാൻ മറന്നുപോയി പേര്. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിൻറ്റിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ കടയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം ഓർത്തു ഫൈവ് ഗൈസിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നുള്ള, കാരണം പതിവ് പോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കാതാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ആദ്യം ജസ്റ്റ് അവിടെ നിന്ന് പോയൊക്കെ ചുറ്റിയൊക്കെ കറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ ഫൈവ് ഗൈസിൽ പോയത്. ഞങ്ങൾ ഫൈവ് ഗൈസിൽ കയറിയ സമയത്ത് തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അങ്ങോട്ടൊന്നും നീങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഫ്ലിക്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലണ്ടനിലോട്ട് പോകുന്ന ആ ഒരു വണ്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ് തിരിച്ചങ്ങോട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ അവർ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, എന്നിട്ടാണ് അവർ ബസ്സിലോട്ട് കയറ്റുന്നത്. അങ്ങനെ ബസ്സിൽ കയറി ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ആയിട്ടോ, കാരണം എൻ്റെ അതുപോലുള്ള ഒരു ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു പാരീസ്. ഞാൻ 12th പഠിക്കുന്ന സമയത്ത് തോഴ എന്നുള്ളൊരു മൂവി കണ്ടിട്ടാണ് എനിക്ക് പാരീസിലോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം വന്നത്. പിന്നെ ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നുള്ളൂ, ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ടൈമിൽ നമ്മളെ തന്നെ സമാധാനിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഇതൊന്നും നടക്കത്തൊന്നും ഇല്ല, നമ്മളെ കൊണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാനങ്ങ് ഇരുന്നു. പിന്നെ UK വന്നു. പിന്നെ നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. പിന്നെ UK വന്ന സമയത്താണ് ഞാൻ എമിലി ഇൻ പാരീസ് എന്നുള്ള ആ ഒരു സീരീസ് ആണെന്ന്. ആ ഒരു സീരീസ് കണ്ട ശേഷം എനിക്ക് പിന്നെ ആഗ്രഹം അങ്ങോട്ട് കൂടിയാണ് വന്നത്. പിന്നെ എങ്ങനെയെങ്കിലും പോകണമെന്നായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും മിണ്ടുന്ന ആ ഒരു ടൈമിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ പാരീസിൽ പോകണമെന്ന ആഗ്രഹം ഉണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടു കേട്ടോ. ഞാൻ പിന്നെ ആ കാര്യങ്ങളൊന്നും ഓർത്തിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ അച്ചു ആ കാര്യം ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് തന്നെ നടന്നിട്ടാണ് ഈ ഒരു വർഷം എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസ് തന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സർപ്രൈസ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വർഷം എൻ്റെ ആദ്യത്തെ ഡ്രീം കം ട്രൂ എന്നുള്ളൊരു മൂമെൻ്റ് എന്നൊക്കെ ഞാൻ വേണേൽ പറയും. കാരണം എനിക്ക് അതുപോലുള്ളൊരു ആഗ്രഹമായിരുന്നു പാരീസ് പോകണമെന്നുള്ളത്. അങ്ങനെ ഈ ഒരു വർഷം തുടക്കത്തിൽ തന്നെ അതൊക്കെ നടന്നു. എന്തായാലും നമ്മളിപ്പോൾ ഇനി തിരിച്ച് UK-ലോട്ട് പോവാണ്. അപ്പോൾ ഇത് പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ കാലേ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് മറ്റേ സ്റ്റാമ്പ് അടിക്കുന്നത്. അപ്പോൾ UK ബോർഡർ എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഫെറി തുടങ്ങുന്നത്. അപ്പോൾ ഫെറിയിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ UK-ന്ന് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അവർ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് സ്റ്റാമ്പ് അടിച്ചിട്ടായിരിക്കും അവർ നമ്മളെ കയറ്റുന്നത്. അപ്പോൾ ഇൻ കേസ് നമുക്ക് പാസ്പോർട്ടിന് ഇഷ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഫ്ലിക്സിൽ ഉള്ള ആ ഡ്രൈവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാസഞ്ചറിന് ഇതുപോലെ തന്നെ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് ഒരു അരമണിക്കൂറോളം ലേറ്റായി. അങ്ങനെ അരമണിക്കൂർ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫെറിയുടെ അവിടെ ആ ഒരു ബോർഡറിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഫെറി സ്ട്രൈക്കാണ്. 2.5 മണിക്കൂറോളം ഫെറി സ്ട്രൈക്കായിരുന്നു. അപ്പോൾ 2.5 മണിക്കൂർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കട്ട പോസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇതാണ് UK-യിൽ എത്തിയുള്ള ടൈമിങ് വ്യത്യാസം വന്നു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം 2 മണിക്കാണ് UK-യിൽ എത്തുന്നത് വെളുപ്പിന്. പിന്നെ വീട്ടിലൊക്കെ എത്തിയിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും പാരീസ് വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്.